അർക്കദേവൻ എല്ലാ അനുഗ്രഹവും ഈ പകൽപൂര മഹോത്സവത്തിന് സമ്മാനിക്കുകയാണ്. സമാഗതമാകുന്നതേ ഉള്ളൂ. പക്ഷെ ആകാശ മേലാപ്പിൽ അതിമനോഹരമായി ദൃശ്യവിസ്മയം കണ്ടിട്ടേ ഇന്ന് മടങ്ങുന്നുള്ളൂ എന്ന ക്ഷമയോടെ കാത്തു നിൽക്കുന്ന അർക്കദേവന്റെ രശ്മികളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആർപ്പുവിളികൾ ഓരോ ഗജരാജനും മുൻപിലൂടെ കടന്നുപോയപ്പോൾ ആകാശം മുട്ടുന്ന വിധത്തിൽ ആർപ്പുവിളികളോടുകൂടിയാണ് എല്ലാവരും ആ ഗജരാജാക്കന്മാരെ സ്വീകരിച്ചത്. ഇനിയും ഒരാൾ എഴുന്നള്ളി ഇറങ്ങുവാനുണ്ട്. കോട്ടയത്തിന്റെ ദേശാധിപനായി വാണരുളുന്ന, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപനായി വാണരുളുന്ന, ഈ തിരുനക്കരയുടെ എല്ലാമായി വാണരുളുന്ന തിരുനക്കര ദേവരുടെ നെടുമേറ്റിക്കൊണ്ട് തിരുനക്കര ദേവരെ തന്നെ തന്റെ പുറത്തേറ്റിക്കൊണ്ട് ഇനി ഒരാൾ എഴുന്നള്ളി ഇറങ്ങണം. ഗുരുവായൂർ വലിയ കേശവൻ. ഗുരുവായൂർ വലിയ കേശവന്റെ പുറത്താണ് തിരുനക്കര മഹാദേവർ എഴുന്നള്ളി ഇറങ്ങുന്നത്. തിരുനക്കരയുടെ ഭജനങ്ങളെ നമുക്കറിയാം. ഒരു കാലത്ത് ഈ കോട്ടയത്തെ ഏറ്റവും ഉയർന്ന പ്രദേശമായിരുന്നു ഈ തിരുനക്കര എന്ന് പറയുന്നത്. അത് ക്ഷേത്ര നിർമ്മാണത്തിനായി ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിൽ തിരുനക്കര മാറിയത്. ഈ കോട്ടയത്തിന്റെ തിരുനക്കര മഹാദേവരുടെ 4 ഗോപുരങ്ങളിൽ നിന്നാൽ കോട്ടയം മുഴുവൻ കായലുകൾ പോലും അടക്കം കാണാമായിരുന്നു. പഴമക്കാർ പറയുന്നത് ഇതാ നാം കാണുന്നില്ലേ ഒരു നെറ്റിപ്പട്ടത്തിന്റെ തിളക്കം, നാം കാണുന്നില്ലേ ഒരു കിടക്കിന്റെ ശോഭ. അതെ, എഴുന്നള്ളി ഇറങ്ങുകയാണ് സാക്ഷാൽ ഗുരുവായൂർ വലിയ കേശവൻ. വലിയ കേശവൻ, വയസ്സ് 44, 9 അടി 5 ഇഞ്ച് ഉയരം, ജന്മദേശം നമ്മുടെ മാതൃഭൂമി കേരളം തന്നെയാണ്. അങ്ങനെയുള്ള ഗുരുവായൂർ വലിയ കേശവൻ ഗജരാജാക്കന്മാരുടെ സൗമ്യ സ്വഭാവത്തിന്റെ ഉത്തമ ഉദാഹരണമായി എല്ലായിടത്തും വാഴ്ത്തപ്പെടുന്ന ഗുരുവായൂർ വലിയ കേശവന്റെ പുറത്ത് തിരുനക്കര ദേവർ എഴുന്നള്ളി ഇറങ്ങുകയാണ്. നാനാജാതി മതസ്ഥർ ഒരുപോലെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന തിരുനക്കര ദേവർ. നമുക്കറിയാം, ഇപ്പോൾ കിഴക്കൻ ചേരുവാരത്തിൽ ഈ കരിവീരന്മാർ അണിനിരന്നു നിൽക്കുന്നിടത്ത് കാണുന്ന ഗണപതി ഭഗവാന്റെ ആ കാണിക്കവഞ്ചിയുടെ മുന്നിൽ കടന്നു പോകുമ്പോൾ അവിടെ കാണിക്കയിട്ട് തിരുനക്കര മഹാദേവ കാത്തുകൊള്ളേണമേ എന്ന് പറയാതെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു വാഹനമുണ്ടോ? അതൊരു ആത്മധൈര്യത്തിന്റെ വഴിപാടാണ്. അതൊരു ആത്മവിശ്വാസത്തിന്റെ നേർച്ചയാണ്. തന്നെ ആശ്രയിക്കുന്നവർക്ക് എല്ലാം നൽകുന്ന തിരുനക്കര ദേവർ ഇതാ എഴുന്നള്ളി ഇറങ്ങുകയാണ്. തന്റെ മുമ്പിൽ തനിക്ക് നമസ്കാരം ചെയ്ത് കിടക്കുന്ന തിരുനക്കര മൈതാനത്ത് ആവേശത്തിന്റെ അലയൊലികൾ ആകാശവീതിയോളം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന പകൽപൂരം കാണുന്നതിനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് തന്നെ നിറസാമീപ്യം അറിയിക്കുന്നതിനുമായി തിരുനക്കര ദേവർ ഇതാ എഴുന്നള്ളി ഇറങ്ങുന്നു. ഭഗവാനെ, ഭക്തവത്സല, സമസ്താപരാധങ്ങളും ഓർത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഭക്തജനങ്ങൾ വാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൃശ്യം പ്രിയ ഭക്തജനങ്ങളെ ഞങ്ങൾ കാണുകയാണ്. തിരുനക്കര ദേവർ ഗുരുവായൂർ വലിയ കേശവന്റെ പുറത്ത് എഴുന്നള്ളി ഇറങ്ങുമ്പോൾ ആ ഭക്തജനങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി ഭഗവാനെ ആ പകൽപൂര മൈതാനത്തേക്ക് സുസ്വാഗതം നൽകുകയാണ്. ഭക്തവത്സലനായ ഭഗവാനെ, സമസ്താപരാധങ്ങളും ഓർത്ത് അനുഗ്രഹിക്കണമേ. ദേശാധിപനായി വാണരുളുന്ന നിന്റെ ശക്തിയും വൈഭവവും ഈ ലോകത്തിന്റെ നന്മയ്ക്കായി മാറ്റപ്പെടണമേ. നിന്റെ സർവ്വവിധമായ അനുഗ്രഹവും ലോകഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഉത്സാഹമായി ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിഞ്ഞ താളത്തിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിലുള്ള വാദ്യവൃത്തമാണ് തിരുനക്കര ദേവരുടെ മുൻപിലൂടെ ചെറിയ രീതിയിൽ പതുക്കെ വളരെ താഴ്ന്ന ആ നാദം ഉയർത്തിക്കൊണ്ട് ചെണ്ട മേളത്തിന്റെ ഒരു തുടക്കം കാട്ടിക്കൊണ്ട് ഭഗവാന്റെ മുൻപിൽ എത്തുന്നത് ഇപ്പോൾ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും സംഘവുമാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും സംഘവും ഇതാ ഈ തിരുനക്കര ദേവർ എഴുന്നള്ളി ഇറങ്ങുന്ന ഗുരുവായൂർ വലിയ കേശവന്റെ മുൻപിലായി തിരുനക്കര മൈതാനത്തേക്ക് എത്തുകയാണ്. ഭഗവാനെ, ഭഗവാനെ, ഭക്തവത്സല, ഞങ്ങൾ കാത്തുനിന്നത് അതിമനോഹരമായ ഒരു ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. അവിടുന്ന് എഴുന്നള്ളി ഇറങ്ങുന്ന ആ ദൃശ്യം, അവിടുത്തെ കാണുന്നത്, അവിടുത്തെ കണ്ടുതൊഴുന്നത്, അവിടുത്തെ ആ മനോഹര ആത്മീയ തേജസ്സായി ഞങ്ങളിൽ നിറയുന്നത് അത്ഭുതകരമായ ആനന്ദമായി ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള ഭക്തവത്സലനായ തിരുനക്കര ദേവരെ
ആന രാജാവായ ഗുരുവായൂർ വലിയ കേശവന്റെ പുറത്ത് എഴുന്നള്ളി ഇറങ്ങുന്ന ആ ദൃശ്യമൊന്ന് കാണുവാൻ വീണ്ടും ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ. ഇതാണല്ലോ ഞങ്ങളുടെ പൂരം, ഇതാണല്ലോ ഞങ്ങളുടെ ഉത്സാഹം, ഇതാണല്ലോ ഞങ്ങളുടെ തൃപ്തി, ഇതാണല്ലോ ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ഓരോ കരിതീരിലും കടന്നുപോയപ്പോൾ ആവേശത്തോടെ ആർപ്പ് വിളിച്ച സാർവജനങ്ങളും കോട്ടയത്തിന്റെ മുൻ MLA ശ്രീ വാസവൻ അദ്ദേഹം ഇപ്പോൾ തിരുനക്കര ദേവൻ എഴുന്നള്ളിയെന്ന ഗുരുവായൂർ വലിയ കേശവന്റെ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ട്. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാർ വാദ്യഘോഷം ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കമായി മഹാദേവരുടെ തൊട്ട് മുൻപിൽ തന്നെ ഉണ്ട്. മഹാദേവർ തിരുനക്കര പകൽപൂര മൈതാനത്തേക്ക് എഴുന്നള്ളിയിറങ്ങുകയാണ്. സമയം 5 മണി. എല്ലാം കൃത്യമാണ്. ഇവിടെ 4 മണിക്ക് ഗജരാജാക്കന്മാർ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ക്ഷേത്ര മൈതാനിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. കൃത്യം 5 മണിക്ക് ഇതാ ഗുരുവായൂർ വലിയ കേശവന്റെ പുറത്ത് ഭഗവാൻ എഴുന്നള്ളി ഇറങ്ങുന്നു. ശാന്തം പത്മാസനസ്ഥം ശശിധര മകുടം പഞ്ചപത്രം ത്രിനേത്രം ഖഡ്ഗം ശൂലം ച വജ്രം പരശുമഭയതാം ദക്ഷഭാഗേവഗന്ധം നാഗം വാശം ചകടാ പ്രളയോദവകം ചാകുശം വാമഭാഗേ നാനാലങ്കാരദീപ്തം സ്ഫടികമണിനിഭം പാർവതീശം സ്മരാമി. ഇത്രയും നേരം ഓരോ കരിവീരിലും തങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയപ്പോൾ ആവേശ ചിരകൾ സൃഷ്ടിച്ചുകൊണ്ട് ആർപ്പ് വിളിച്ചിരുന്ന ഭക്തജനങ്ങൾ ഇപ്പോൾ ഒരേ ശബ്ദത്തിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയാണ്. ഇവിടെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഭക്തജന സഹസ്രങ്ങൾ തിരുനക്കര ദേവരെ പകൽപൂര മൈതാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കിഴക്കൻ ചേരുവാരത്തിലും പടിഞ്ഞാറൻ ചേരുവാരത്തിലുമായി അല്പം അണിനിരുന്ന ഗജരാജാക്കന്മാരെല്ലാം ആനച്ചമയങ്ങളെല്ലാം അണിഞ്ഞു കഴിഞ്ഞു. ആനച്ചമയങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് ഗജരാജാക്കന്മാർ ഇതാ തങ്ങളുടെ മുൻപിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന തിരുനക്കര ദേവർക്ക് സുസ്വാഗതം അരുളിക്കൊണ്ട് സർവ്വവിധമായ ചമയങ്ങളും അണിഞ്ഞ് തലയെടുപ്പോടെ തയ്യാറായി നിൽക്കുന്നു. ഗുരുവായൂർ വലിയ കേശവന്റെ പുറത്ത് തിടമ്പേറി ഭക്തവത്സലനായ തിരുനക്കര ദേവർ എഴുന്നള്ളി ഇറങ്ങുകയാണ്. എത്ര മനോഹരമായ ദൃശ്യം! മംഗളകാരകനായി, കലിയുഗ വരദായകനായി, ക്ഷിപ്രപ്രസാദിയായും ക്ഷിപ്രഗോപിയായും തിന്മയെ നശിപ്പിച്ചും ഭസ്മീകരിച്ചും നന്മയെ പാലൂട്ടി വളർത്തിയും എല്ലാവിധമായ ശ്രേയസ്സും എല്ലാവിധമായ ശേഷിയും സമ്മാനിക്കുന്ന ചന്ദ്രകലാധരൻ, ചന്ദ്രകലാധരനായ അതാ നീലകണ്ഠൻ എഴുന്നള്ളി ഇറങ്ങുകയാണ്. തിരുനക്കര ദേവർ പകൽപൂര മൈതാനത്തേക്ക് എഴുന്നള്ളി ഇറങ്ങുകയാണ്. ആരാധിക്കുന്നവരുടെ അടുത്തേക്ക് ആരാധിക്കപ്പെടുന്നവൻ എഴുന്നള്ളി ഇറങ്ങുകയാണ്. ഭക്തവത്സല രക്ഷിക്കണേ എന്ന് എന്നും നിറവിളികളോട് പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിലേക്ക് ഭക്തവത്സലൻ എഴുന്നള്ളി അടുക്കുകയാണ്. ഇതാ ഞാൻ നിങ്ങളോട് ഒപ്പമുണ്ട്, ഞാൻ എന്നുമുണ്ടല്ലോ ഇവിടെ. ഈ തിരുനക്കരയുടെ ശ്രേയസ്സിന് മാത്രമല്ല, ഈ 14 ലോകങ്ങളുടെയും നന്മയ്ക്കും പുരോഗതിക്കുമായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാനിതാ ഈ ആഘോഷ പെരുമയിൽ ഓരോ ഉത്സവം എന്ന് പറയുന്നത് ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ചടങ്ങാണ്. തിരുനക്കര ക്ഷേത്രത്തിന്റെ ഓജസ്സും തേജസ്സും വർദ്ധിപ്പിക്കുവാൻ അല്ലയോ പ്രിയ ഭക്തജനങ്ങളെ, നിങ്ങൾ അതിഗംഭീരമായി നടത്തുന്ന ഈ ഉത്സവത്തിന്റെ സുഖം മുഴുവൻ നുകരുവാൻ ഇതാ നിങ്ങളുടെ എല്ലാമെല്ലാമായ തിരുനക്കര ദേവർ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് എഴുന്നള്ളി എത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ വലിയ കേശവൻ എന്ന ഗജരാജ പ്രമുഖന്റെ പുറത്ത് തിടമ്പേറി ഭക്തവത്സലനായ തിരുനക്കര ദേവർ എഴുന്നള്ളി ഇറങ്ങുന്ന ദൃശ്യമാണ് പ്രിയ ഭക്തജനങ്ങളെ നമ്മൾ കണ്ടത്. ക്ഷേത്ര മേൽശാന്തി എസ് ഹരിദാസ ഭട്ടതിരി അദ്ദേഹം ഭദ്രദീപം കൊളുത്തും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തിരുനക്കര മഹാദേവന്റെ ശ്രീകോവിലിൽ തിരുനക്കര ദേവർക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാൻ എല്ലാവിധമായ ഭാഗ്യവും ലഭിക്കുന്ന ക്ഷേത്ര മേൽശാന്തി ഹരിദാസ ഭട്ടതിരി അദ്ദേഹം ക്ഷേത്ര മൈതാനത്ത് പകൽപൂര മൈതാനിയില് ഭദ്രദീപത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. കോട്ടയത്തിന് പ്രിയങ്കരനായ MP ജോസ് കെ മാണി വളരെ നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോട്ടയത്തിന്റെയും കേരളത്തിന്റെയും എല്ലാമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം പൂരനഗരിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കിഴക്കൻ ചേരുവാരത്തിലും പടിഞ്ഞാറൻ ചേരുവാരത്തിലുമായി 11 ഗജരാജാക്കന്മാർ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പടിഞ്ഞാറൻ ചേരുവാരത്തിൽ പാപ്പാടി രാജന്റെ പുറത്ത് പ്രതീകാത്മകമായ തിടമ്പ് ഏറ്റിയിട്ടുണ്ട്. ഇവിടെ പടിഞ്ഞാറൻ ചേരുവാരത്തിൽ
ഗുരുവായൂർ വലിയ കേശവന്റെ പുറത്ത് സാക്ഷാൽ തിരുനക്കര മഹാദേവരുടെ തിടമ്പ്. അങ്ങനെ തിരുനക്കര മഹാദേവന്റെ വലതു ഭാഗത്ത് 5 കരിവീരന്മാർ, ഇടതു ഭാഗത്ത് 5 കരിവീരന്മാർ, ആകെ 11 കരിവീരന്മാർ. പടിഞ്ഞാറൻ ചേരുവാരത്തിലും 11 കരിവീരന്മാർ കിഴക്കൻ ചേരുവാരത്തിലുമായി മുത്തുകുടകൾ ഉയർത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കുടമാറ്റം ആരംഭിച്ചിട്ടില്ല, കുടമാറ്റത്തിന്റെ തുടക്കമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ അലങ്കാരങ്ങൾ ചേർത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഭഗവാൻ 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 ഭക്തവത്സവനായ തിരുനക്കര ദേവരിത എഴുന്നള്ളിയിരിക്കുന്നു. തിരുനക്കര ദേവരെ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥനയാണ്. തിരുനക്കര ദേവരുടെ നിലത്തേറ്റ് നിൽക്കുന്ന ഗുരുവായൂർ വലിയ കേശവൻ തന്റെ മസ്തകം ആനന്ദലബ്ധിക്ക് ഇനിയെന്ന് വേണമെന്നുള്ള അവസ്ഥ ഭക്തജനങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച ദൃശ്യം നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു. ഗുരുവായൂർ വലിയ കേശവന്റെ പുറത്ത് ഹരിത നിറമാറുന്ന മുത്തുക്കുട ഉയർത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നിറം നൽകുന്ന പച്ച നിറത്തിലുള്ള ഒരു വർണ്ണക്കുട ഇപ്പോൾ ഭഗവാന്റെ മേലാപ്പായി പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരിവീരന്മാരുടെ പുറത്ത് ചുവന്ന വർണ്ണത്തിലുള്ള മുത്തുക്കുടകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ ഉദ്ഘാടനം ഭദ്രദീപത്തോടെ ഇപ്പോൾ നടക്കണം. ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ് അവിടേക്ക് എത്തിച്ചേരുന്ന ദൃശ്യം നമ്മൾ കാണുകയാണ്. വിദേശത്ത് നിന്നെത്തിയ വലിയ സഹോദരങ്ങൾ അവരാലാവുന്ന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് കൊണ്ടുപോയി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. യൂറോപ്പിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോവുകയാണ്. അവിടെ അത്യത്ഭുതകരമായ വിസ്മയ കാഴ്ച. കൂട്ടുകാരെ, ഇത് ഞങ്ങൾ കേരളം കാണാൻ പോയപ്പോൾ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് തിരുനെല്ലി എന്ന് പറയുന്ന ഇടത്തിൽ നടന്ന പകൽപൂരം എന്ന് പറയുന്ന അത്ഭുതകരമായ ചെറുതിന്റെ ചിത്രങ്ങളാണ്, വീഡിയോയാണ്, ഫോട്ടോസാണ്. കണ്ടോ, ഇത് അഴക് ഇത്രയും മനോഹരമായ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രത്തോളം എന്താണ് പറയുന്നത്, ഒരു കാഴ്ച. എന്നാൽ പലയിടത്തും പകൽപൂരങ്ങൾ നടക്കുന്നു, പകൽപൂരം ആഘോഷത്തിന്റെ ഭാഗമായി പലയിടങ്ങളിൽ നടക്കുന്നു. പക്ഷെ തിരുനക്കരയിൽ നടക്കുന്നത് പോലെ അനുഷ്ഠാനവും ആധ്യാത്മികമായ ചടങ്ങുകളും മുറുകെ ഉണർന്നുകൊണ്ട് ആഘോഷവും ആത്മീയമായ ചടങ്ങുകളും ഒരേപോലെ ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് ആരാധനാ സമ്പ്രദായങ്ങളുടെ ശരികളെയും പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് ഒരു പകൽപൂരം, അത് തൃശ്ശൂരിലെ തൃശ്ശൂർ പൂരവും കോട്ടയത്തെ തിരുനെല്ലയിലെ പകൽപൂരവുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടും വടക്കുന്നാഥന്റെ നിറസാന്നിധ്യമുള്ളിടത്താണല്ലോ നടക്കുന്നത്. ജോസ് കെ മാണി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ എംഎൽഎ ശ്രീ വി എൻ വാസവൻ, ഭാരവാഹികൾ, ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയുടെ കൺവീനർമാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, അതുപോലെ തന്നെ വാദ്യകലാനിധി ചന്ദമംഗലം മാരാർ, അങ്ങനെ മുൻ ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റും ഇപ്പോഴത്തെ ഫെസ്റ്റിവൽ കൺവീനറുമായ ശ്രീ ജയൻ കടമ്പുടി, ശ്രീ എല്ലാവരും ഈ ക്ഷേത്രോത്സവം അതിഗംഭീരമാക്കുവാൻ, ഈ പകൽപൂര മഹോത്സവം അതിഗംഭീരമാക്കുവാൻ പൂർണ്ണ മനസ്സോടുകൂടി സഹകരിക്കുവാൻ സമൂഹത്തിന്റെ വിവിധ തലത്തിലും തരത്തിലും പെട്ടവർ ഈ പകൽപൂര മൈതാനിയിൽ ഒത്തുചേർന്ന് നൽകുകയാണ്. ഇപ്പോൾ ക്ഷേത്രം അദ്ദേഹം ഭദ്രദീപം കൊളുത്തും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജനങ്ങളുടെ അലകടൽ സൃഷ്ടിച്ചിരിക്കുകയാണ്, അലകടൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ക്ഷേത്ര മേൽശാന്തി നിലവിളക്ക് കൊളുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ ഹരിദാസ ഭട്ടതിരി നിലവിളക്ക് കൊളുത്തുന്നു എന്നാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭക്തവത്സവനായ ഭഗവാനെ പ്രകൃതി കടകത്തിരിക്കുന്ന ഒരു സായാഹ്നത്തിലും പണ്ട് അതിഗംഭീരമായി പകൽപൂര മഹോത്സവം നടത്താൻ നീ ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. ഇപ്പോഴിതാ അതിമനോഹരമായി ഈ പകലിന്റെ അവസാനത്തിൽ അതിഗംഭീരമായി പകൽപൂര മഹോത്സവം കൊണ്ടാടുവാൻ എല്ലാ തരത്തിലും നീ ഞങ്ങളെ അനുവദിക്കുന്നു എന്നുള്ള കൃതജ്ഞതയോടെ, കടപ്പാടോടെ, നന്ദിയോടെ പകൽപൂര മഹോത്സവവും ഇക്കുറിയുള്ള പകൽപൂര മഹോത്സവം ഇവിടെ ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാണാൻ സാധിക്കുന്നുണ്ട്. കോട്ടയത്തിന്റെ സർവസ്വമായ ശ്രീ ജോസ് കെ മാണി എം പി, അദ്ദേഹം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കോട്ടയത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് അതിവേഗത്തിൽ ചെറുകുകൾ സമ്മാനിച്ച ശ്രീ ജോസ് കെ മാണി, അതുപോലെ തന്നെ കോട്ടയത്തെ എല്ലാമെല്ലാമായ കോട്ടയത്തിന്റെ സ്വകാര്യ അഭിമാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കോട്ടയത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് അതിവേഗം കൊണ്ട് മുന്നേറുന്ന
ആ രണ്ട് നായകന്മാരും ഇവിടെ ഇപ്പോൾ സന്നിഹിതരാണ്. അതുപോലെ തന്നെ കോട്ടയത്തിന് മുൻ MLA ശ്രീ VN വാസവൻ മുൻ വർഷങ്ങളിൽ പകൽപൂരത്തിന്റെ എല്ലാവിധമായ പൂർത്തീകരണത്തിനും പൂർണ്ണമനസ്സോടുകൂടി സഹകരിച്ച് ആവശ്യമായ നിർദ്ദേശ സഹകരണങ്ങൾ എല്ലാം നൽകി നായക സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ചടങ്ങുകൾ ഗംഭീരമാക്കുവാൻ ഏറെ സഹകരിച്ച മുൻ MLA ശ്രീ VN വാസവൻ അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ശ്രീ ജോസ് കെ മാണി, ശ്രീ തുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ VN വാസവൻ ex-MLA, ശ്രീ നാസപ്പൻ നായർ, ശ്രീ ജയൻ നടത്തുംകുഴി, ക്ഷേത്രം മേൽശാന്തി ശ്രീ ഹരിദാസ് ഭട്ടതിരി, അങ്ങനെ എല്ലാവരും ആത്മീയ തേജസ്സിന്റെ ഉത്തമ ഉദാഹരണങ്ങളും രാഷ്ട്രീയ രംഗത്തെ അതിപ്രശസ്തരായ ആൾക്കാരും അതുപോലെ തന്നെ ക്ഷേത്രോപദേശക സമിതിയുടെ ഭാരവാഹികളായ പ്രസിഡന്റ് ശ്രീ CN സുഭാഷ്, ജനറൽ സെക്രട്ടറി ശ്രീ ബാബു നടത്തുംകുഴി, ജനറൽ കൺവീനർ ശ്രീ PJ ഹരികുമാർ അടക്കമുള്ള എല്ലാവരും ഈ പകൽപൂര മഹോത്സവം ഗംഭീരമാക്കുന്നതിന് ഇവിടെ പൂർണ്ണമായും ഇടപെട്ടു നിൽക്കുന്ന ദൃശ്യം നമ്മൾ കാണുകയാണ്. മേള പെരുക്കം ആരംഭിക്കുകയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡ്യമേളവും അതുപോലെ തന്നെ വാദ്യകലാനിധി ചേന്ദമംഗലം ഉണ്ണികൃഷ്ണമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളവും ഉടൻ തന്നെ ക്ഷേത്ര മൈതാനിയിൽ ആരംഭിക്കും. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, വാദ്യഘോഷ പെരുമഴയുടെ ആ അമൃത വർഷത്തിൽ മുങ്ങിക്കുളിച്ച് നീന്തി നീരാടുവാൻ എല്ലാവർക്കും ഇവിടെ അവസരം ലഭിക്കുകയാണ്. വാദ്യമേള ഘോഷം ഏതാണ്ട് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിച്ചേരുമ്പോൾ കുടമാറ്റവും നമുക്ക് കാണാം. തന്ത്രമുഖ്യരടക്കമുള്ള വൈദിക ശ്രേഷ്ഠരെ, നമ്മളുടെ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചേട്ടനടക്കമുള്ള അദ്ദേഹത്തിന്റെ സംഘത്തിൽപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട MP, മുൻ MLA, മുനിസിപ്പൽ കൗൺസിലേഴ്സ്, ഈ ക്ഷേത്ര ഉപദേശക സമിതിയുടെ അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ, സംഘാംഗങ്ങളെ, സ്നേഹിതരെ, മാധ്യമപ്രവർത്തകരായ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ എല്ലാം 100% ഹൃദയത്തിന്റെ ഒരു ചിന്ത തിരുനക്കരയിൽ പകൽപൂരത്തോടൊപ്പം നിൽക്കുകയാണ് എന്നെനിക്കറിയാം. ഞാൻ ഈ പകൽപൂരത്തിന് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ മഹാജനങ്ങൾക്കും ഒരിക്കൽ കൂടി എന്റെ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയുള്ള ആശംസ നേർന്നുകൊണ്ട് ഞാൻ സമാപിച്ചിരിക്കുന്നു. കോട്ടയത്തിന്റെ പ്രിയങ്കരനായ MP ശ്രീ ജോസ് കെ മാണി അവരുടെ പകൽപൂരത്തിന് ആശംസ അർപ്പിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി അദ്ദേഹത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ, ബഹുമാനായ ക്ഷേത്ര ഉപദേശക സമിതിയുടെ അംഗങ്ങളെ, ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബഹുമാനായ ഭക്തജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, സ്നേഹിതരെ, തിരുനക്കര മഹാദേവ ക്ഷേത്ര പകൽപൂരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. 2007 ആരംഭിച്ച പകൽപൂരം 6 വർഷം പിന്നിട്ട് 7ാമത്തെ വർഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഓരോ വർഷവും നമുക്ക് കാണുവാൻ കഴിയുന്നത് കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം നമുക്ക് കാണുവാൻ കഴിയുന്നു. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉത്സവമാണ് ഇവിടെ തിരുനക്കരയിൽ നടക്കുന്ന ഈ പകൽപൂരം. ഇന്ന് കേരളത്തിന്റെ അകത്തും പുറത്തു നിന്നും സന്ദർശകരെത്തുന്ന തൃശൂർ പൂരം പോലെ തന്നെ എത്രയും ശ്രദ്ധേയമായ ഒരു ഉത്സവമാണ് തിരുനക്കരയിൽ നടക്കുന്ന ഈ പകൽപൂരം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വിവിധ ജാതി മതത്തിൽ ആകർഷിക്കുന്ന ഈ പകൽപൂരത്തിൽ മതമൈത്രിയുടെയും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന ഈ വർണ്ണ വിസ്മയവും അതോടൊപ്പം തന്നെ നമ്മുടെ മേളങ്ങളുമെല്ലാം എല്ലാ ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ഇന്ന് സംതൃപ്തി പകർന്നതാണ്, അനുഗ്രഹം പകർന്നതാണ്. മഹാദേവന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് സന്തോഷപൂർവ്വം നിങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിന്റെ ഹൈന്ദവ നവോത്ഥാന നായകൻ മാനനീയ കുമ്മനം രാജേന്ദ്രനെ തിരുനക്കര പകൽപൂരത്തിന് ആശംസ അർപ്പിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹനിധികളായ ഭക്തജനങ്ങളെ, തിരുനക്കര തേവർ നമുക്കെല്ലാം എല്ലാമാണ്. ആ തേവർ നമ്മുടെ എല്ലാം മുന്നിൽ എഴുന്നള്ളിക്കഴിഞ്ഞു. വിശ്വത്തിനൊക്കെയും ആധാരമായി ഈ തിരുനക്കര കുന്നിൽ പരിശോഭിക്കുന്ന, വിലസുന്ന, ജ്വലിക്കുന്ന സത്യമാണ്
തിരുനക്കര നമ്മുടെ എല്ലാം ഹൃദയാന്തരാളങ്ങളിൽ ജ്വലിക്കുന്ന വികാരമായി, വിശ്വാസമായി, ഒരിക്കലും കെട്ടുപോകാത്ത ഉജ്ജ്വല ജ്യോതിസായി എന്നും നിലനിൽക്കട്ടെ. എല്ലാവർക്കും ആ തിരുനക്കര ദേവരുടെ അനുഗ്രഹാശംസകൾ ലഭിക്കട്ടെ. ആ ഭഗവാന്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒന്നാണ്, നമുക്കൊന്നാണ്, നമ്മുടെ വികാരങ്ങളും വിശ്വാസങ്ങളും ഒന്നും. അങ്ങനെ ഒരുമയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഈ തിരുസന്നിധാനത്തിൽ നമുക്ക് ഈ പകൽപൂരത്തിൽ പങ്കുചേരാൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ആ മഹാദേവന്റെ അനുഗ്രഹാശംസകൾക്കായി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. പകൽപൂരത്തിന് ആശംസ അർപ്പിക്കുവാൻ മുൻ MLA പ്രിയങ്കരനായ BN വാസൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പൂരപ്രേമികളെ, തിരുനക്കരയുടെ ആവേശമായി മാറിക്കഴിഞ്ഞ പൂരം എല്ലാ അർത്ഥത്തിലും നമ്മയെല്ലാം ആനന്ദസാഗരത്തിൽ ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കലാവിരുന്നുകളോടുകൂടി സമാരംഭിക്കുകയാണ്. ലോക പ്രശസ്ത കലാകാരനായ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും സംഭവമൊരുക്കുന്ന മേളവും കേരളത്തിലെ പലയിടത്തുള്ള ആനകളുമെല്ലാം അണിനിരന്നുകൊണ്ട് നടക്കുന്ന ഈ പകൽപൂരം ഈ തിരുനക്കരയിലെ തിരുനെറ്റിയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാനാജാതി മതസ്ഥർ ഉൾക്കൊള്ളുന്ന ഈ സാംസ്കാരിക ഉത്സവത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിജയകരമായി പര്യവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജോസ്കോയിൽ നിന്ന് വാങ്ങുന്ന BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണത്തിലുള്ള റേറ്റ് ടാഗിൽ പണിക്കൂലി സംബന്ധമായ കൃത്യമായ വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പണിക്കൂലി, പണിക്കുറവ് സംബന്ധിച്ച വിശദാംശങ്ങൾ ജോസ്കോയിൽ സെയിൽസ്മാനോട് ചോദിച്ചു മനസ്സിലാക്കി വാങ്ങാം. ഗൃഹോപകരണങ്ങൾ തവണ വ്യവസ്ഥയിൽ ഇപ്പോൾ കോട്ടയം QRS നിന്ന് പലിശരഹിത ഫിനാൻസിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുവാൻ സുവർണാവസരം. ലളിതമായ നടപടിക്രമങ്ങൾ മാത്രം. QRS കോട്ടയം. കാണാൻ വായിക്കാത്ത സുന്ദര ചിത്രങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും വർണ്ണ മുഹൂർത്തം പോലെ ജീവൻ പൊലിക്കും ചിത്രങ്ങൾക്ക് ചിത്രം. പരിചയപ്പെടുത്തേണ്ടതില്ല ഈ നാമം. ചിത്രങ്ങൾ ഡിജിറ്റൽ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസ് റോഡ്, കോട്ടയം. രത്നധാരണത്തിന്റെ അത്ഭുതകരമായ ശക്തിവിശേഷം അനുഭവിച്ചറിയും. ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള രത്നനിർണയത്തിലൂടെ ഓരോരുത്തർക്കും അനുയോജ്യമായതും ഗുണമേന്മയേറിയതുമായ യഥാർത്ഥ സർട്ടിഫൈഡ് രത്നങ്ങൾക്കും ഉപരത്നങ്ങൾക്കും ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ് ജുവലേഴ്സ്, ആദം ടവർ, സ്റ്റാർ ജംഗ്ഷൻ, കോട്ടയം. മൊബൈൽ 9847050859 48125699817. അനുയോജ്യമായ ശാസ്ത്രീയമായി ധരിക്കും. സുരേഷ് ഫോറക്സ് വിദേശ കറൻസികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിദേശത്തേക്ക് പണം അയക്കുന്നതിനും പണം സ്വീകരിക്കുന്നതിനും സുരേഷ് ഫോറക്സ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, വെസ്റ്റേൺ യൂണിയൻ, മണിഗ്രാം സേവനങ്ങൾ. മറ്റാർക്കും നൽകാനാകാത്ത മികച്ച നിരക്കുകളിൽ വിദേശ നാണയവിനിമയം. സുരേഷ് ഫോറക്സ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ ഗ്രാൻഡ് കോളേജ്, തെക്കൻ ഗോപുരം, കോട്ടയം 142582658. വീടിന്റെ രാജീവ് പ്രൗഢിയുടെ സ്വപ്നചാരുതയേകാൻ ഈട്ടിലും തേക്കിലും തീർത്ത ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകളുടെ രാജധാനി. പാരമ്പര്യ ഭംഗിയും ആഡംബരവും ഒത്തുചേർന്ന വുഡൻ ഫർണിച്ചറുകളുടെ ഒട്ടനവധി സെലക്ഷനുകൾ. അതിവിശാല